ഒരുപാട് വർഷങ്ങളോളം ഈ പോൺ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ഒരു സ്ത്രീ അവരുടെ അനുഭവം പറയുന്ന ഭാഗം നമുക്കൊന്ന് കേൾക്കാം. I had done pornography from 18 to 25 years old. Yeah, at first I was enjoying it because the money was rolling in. I understand why women sit and go, maybe I should make an OnlyFans. I mean, I was probably, it could be anywhere from 30 to 50,000. അത്രയും ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ഫീൽഡിലേക്ക് പെൺകുട്ടികൾ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിന്റെ റീസൺ അതാണ്. When you continue to objectify yourself, sooner or later you will feel it. It takes a toll on your soul. On that empowered feeling, it fades. ശരീരത്തെ ഒരു വസ്തുവാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇറ്റ് ടേക്സ് ടോൾ ഓൺ യുവർ സോൾ. നിങ്ങളുടെ ആത്മാവ്, നിങ്ങളാകുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അതിനങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ശരീരത്തെ മാത്രം എടുത്ത് അതിനെ വെക്കുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഹാപ്പിനെസ് തരൂല എന്ന രൂപത്തിലാണ് സംസാരിച്ചത്. രണ്ട് സ്ത്രീകളെ മാത്രമാണ് അവർക്ക് ഡ്രഗ്സ് ഉപയോഗിക്കാത്തതായിട്ട് അറിയുന്നത്. Oh, these women are empowered. They love what they're doing. In my head, I'm thinking, yeah, she's not as happy and empowered as you think she is. Like, I've seen her. ആക്ടിവിസ്റ്റുകളൊക്കെ അതിനുവേണ്ടി സംസാരിക്കുന്ന പുറത്തിങ്ങനെ നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ പറയും കണ്ടോ ഈ പോൺ ആക്ട്രസ്. അതെ, അത്ര എംപവേർഡ് ഒന്നും അല്ല. ഈ പറഞ്ഞ പോൺ ഇൻഡസ്ട്രിയിൽ ഇവർക്കറിയുന്ന രണ്ടാളൊക്കെ ബാക്കി എല്ലാവരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, ബോട്ടിൽസ് ഓഫ് ആൽക്കഹോൾ എന്നാണ് പറഞ്ഞത്. കാരണം എന്താ, അവർക്ക് ഒരു സമാധാനത്തിന് വേണ്ടി അങ്ങനെ ലഹരിയിലേക്ക് പോകേണ്ടി വരുന്നു. Because the moment that I'm my stage name, I became a different person. I started acting out my role. The people that saw me out there as Jenna saw a girl that was bubbly and happy and exciting. What nobody knew was that, like, I used to actually buy this drug called GHB, and it's a date rape drug. അവർ ആസ്വദിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യത്തിന് കാശും കിട്ടുന്നു എന്ന് വിചാരിക്കേണ്ടത്. അത് ആസ്വദിച്ച് ചെയ്യുന്ന കാര്യമല്ല, ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. സ്റ്റേജിലാണ്, ഡ്രാമയാണ്, ആക്ട് ചെയ്യാണ്. രണ്ടെന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ അവസ്ഥയിലും അവർ കാണുന്ന, നമ്മളവരെ കാണുന്ന അവസ്ഥയിലെല്ലാം അവർ ഡ്രഗ് യൂസ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ്. അതല്ലാത്തവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതും എന്ത് ഡ്രഗാണ്? GHB എന്ന് പറയുന്ന ഡേറ്റ് റേപ്പ് ഡ്രഗ് എന്ന് പറയുന്ന ഡേറ്റുകൾക്ക് പെൺകുട്ടികളെ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചൂഷണം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഡ്രഗ് ആണ്. അപ്പൊ എത്രത്തോളമാണ് ആ പ്രയാസങ്ങളാണ്. I would take a capful and just sleep for days at a time. I'd wake up soaked in my own urine. ഒരു കപ്പില് അത്തരത്തിലെടുത്തിട്ട് ദിവസങ്ങളോളം ഞാൻ ഉറങ്ങുമായിരുന്നു. ആ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം മൂത്രത്തിൽ കുളിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് ഇത് ഏതെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയുടെ അനുഭവമല്ല. ആ ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥയാണിത്. അവര് പിന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മനസ്സ് രക്ഷപ്പെടാൻ വേണ്ടി കപ്പ് ഫുൾ ഓഫ് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ദിവസങ്ങളോളം ഉറങ്ങും. എന്നിട്ട് മൂത്രത്തിൽ കുളിച്ച രൂപത്തിലൊക്കെ എഴുന്നേൽക്കുക. അല്ല, നമ്മുടെ ചുറ്റിലും ജീവിക്കുന്ന കുറെ ആളുകളുടെ റിയാലിറ്റിയാണിത്. I hated my life.